ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ ഒരു ദിവസത്തെ ചെറിയൊരു ഭാഗമായിരിക്കും നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത്. അപ്പൊ അതിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അപ്പോ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞ തനോത്മാതയിലേക്കാണ്. അച്ഛനും അമ്മയും ഞങ്ങളൊക്കെ കൂടിയിട്ടാണ് പോണത്. ഈ ക്ഷേത്രം ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിന്റെ അടുത്താണ് സ്ഥിതി ചെയ്യണത്. തനോത്മാത ദേവി ഹിംഗ്ലാജിന്റെ ഒരു രൂപമായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ നൂറുകണക്കിന് വർഷങ്ങളായി ഈ പ്രദേശത്തെ ജനങ്ങൾ അവരെ രക്ഷാകർത്താവായി ആരാധിച്ചു വന്നിരുന്നു. പക്ഷേ ഈ ഒരു ക്ഷേത്രം ലോകം മുഴുവൻ ശ്രദ്ധിക്കാൻ കാരണം ഒരു അത്ഭുതമാണ്. ഇന്ത്യ പാകിസ്ഥാൻ വാർ 1965 സമയത്ത് ഈ ഒരു പ്രദേശം ശക്തമായ ആക്രമണങ്ങൾക്ക് വിധേയമായി. 1000 കണക്കിന് ബോംബുകളാണ് ഇവിടെ വീണത്. പക്ഷെ അതിൽ ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താണെന്നാൽ 100 കണക്കിന് ബോംബുകൾ ക്ഷേത്രത്തിന് മുന്നിൽ വീണിട്ടും ഒരൊറ്റ ബോംബ് പോലും പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതെ, ഒരൊറ്റ ബോംബ് പോലും. ഇവിടെ ഉണ്ടായിരുന്ന BSF സൈനികർ ഇത് ദേവിയുടെ കൃപയാണെന്നാണ് വിശ്വസിച്ചിരുന്നത്. വീണ്ടും 1971 ഇന്ത്യ പാകിസ്ഥാൻ വാറിന്റെ സമയത്ത് ശക്തമായ യുദ്ധം നടന്നിട്ടും ഈ ക്ഷേത്രത്തിന് ഒന്നും സംഭവിച്ചില്ല. യുദ്ധത്തിന് ശേഷം ഈ ക്ഷേത്രത്തിന്റെ സംരക്ഷണം BSF ഏറ്റെടുത്തു. പൊട്ടാത്ത ചില ബോംബുകളൊക്കെ ഇപ്പോഴും ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ഒരു അത്ഭുതത്തിന്റെ സാക്ഷ്യമായി. വിശ്വാസികൾക്ക് ഇത് ദൈവിക അത്ഭുതമാണ്. മറ്റു ചിലർക്ക് ഇതൊരു മിസ്റ്ററി ആയിരിക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, തനോത്മാത ക്ഷേത്രം വിശ്വാസത്തിന്റെയും സംരക്ഷണത്തിന്റെയും നമ്മുടെ അതിർത്തി സൈനികരുടെയും ധൈര്യത്തിന്റെ പ്രതീകമാണ്. നിങ്ങൾ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കഥ ഉണ്ടല്ലോ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്പർശിക്കും. അപ്പോൾ നിങ്ങൾ അടുത്ത പ്രാവശ്യം രാജസ്ഥാനും ജയ്സാൽമീറൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാണ്ട് പോരുത് കേട്ടോ. അങ്ങനെ നമ്മള് ഇവിടൊക്കെ കണ്ട് കുറച്ചേരം ഇവിടൊക്കെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ലോങ്ങേവാലിലേക്കാണ്. തനോത്മാതയുടെ അവിടെ നിന്ന് ഒരു ഏകദേശം 39 കിലോമീറ്റർ വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ വാറിന്റെ സമയത്ത് ഡിസംബർ 4 രാത്രി ഇവിടെ, അതായത് ലോങ്ങേവാല പോസ്റ്റില് ആകെ വെറും 120 ഇന്ത്യൻ സൈനികർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ നയിച്ചത് മേജർ കുൽദീപ് സിംഗ് ചന്ദ്പൂരി ആയിരുന്നു. അപ്പോഴാണ് 1000 കണക്കിന് പാകിസ്ഥാൻ സൈനികരും ടാങ്കുകളും കൂടി മുന്നേറി വന്നത്. ഒരു വശത്ത് 120 പേര്, മറ്റൊരു വശത്ത് വലിയ സൈന്യം. തിരിച്ചു പോകാം, രക്ഷപ്പെടാം എന്നൊരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ അവർ തീരുമാനിച്ചത് ഒന്നു മാത്രമായിരുന്നു, നമ്മൾ ഇവിടെ നിന്നും പോരാടും. ആ രാത്രി മുഴുവൻ പരിമിതമായ ആയുധങ്ങളോടെ അവർ ശത്രുവിനെ തടഞ്ഞു. അങ്ങനെ ഒരു രാത്രി മുഴുവൻ പാകിസ്ഥാൻ പട്ടാളങ്ങളെ നേരിട്ടിട്ട് പ്രഭാതം വന്നപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനങ്ങൾ ശക്തമായ ആക്രമണം തടഞ്ഞു. മണലിൽ കുടുങ്ങിയിരുന്ന എല്ലാ ടാങ്കുകളും ഒന്നായി നശിച്ചു. അവസാനം ഒരു ചെറിയ സംഘം സൈനികർ ഒരു വലിയ സൈന്യത്തെ തടഞ്ഞു. ഇന്ന് ലോങ്ങേവാല വാർ മെമ്മോറിയൽ തകർന്ന ടാങ്കുകളും ബങ്കറുകളും ആ രാത്രിയുടെ കഥകളും നമ്മളെ കാത്തിരിക്കുന്നു. ഇതൊരിക്കലും ഒരു സ്മാരകം മാത്രമല്ല, ഇത് ധൈര്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഒന്നായി നിന്നാൽ ജയിക്കാം എന്നൊരു പാഠമാണ്. എണ്ണമല്ല, ധൈര്യമാണ് വിജയത്തെ തീരുമാനിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോ ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടോ ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ. അതായത് നമ്മുടെ ലൈഫിലും നമുക്ക് എല്ലായ്പ്പോഴും എല്ലാവരുടെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും കിട്ടിയെന്ന് വരില്ല. സംടൈംസ് ഇറ്റ്സ് ജസ്റ്റ് യു സ്റ്റാൻഡിങ് അലോൺ. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു കറേജ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഏത് യുദ്ധം വേണമെങ്കിലും നമുക്ക് പുഷ്പം പോലെ ജയിക്കാന്നുള്ളത് ഇവര് തെളിയിച്ചിരിക്കുന്നു. ലോങ്ങേവാലയും കണ്ട് തനോത്മാതയും കണ്ട് നമ്മളെ നേരെ ഇനി പോണത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ. ഞാൻ എൻ്റെ ലൈഫിൽ ഇന്ത്യ പാക് ബോർഡർ പോയിട്ട് കേരളം വിട്ട് വേറെ സ്റ്റേറ്റിലേക്ക് പോകുന്നത് തന്നെ എനിക്ക് അറിയണ്ടായിരുന്നില്ല. ജനിച്ചതും വളർന്നതൊക്കെ സലേലയിലായിരുന്നെങ്കിലും ഇന്ത്യയിൽ കറങ്ങാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ 2 ബോർഡർ കണ്ടു. ഒന്ന് വാഗ ബോർഡർ പഞ്ചാബിലുള്ളത്, അവിടെ ഞാൻ 2 വട്ടം പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ജയ്സാൽമീറിലുള്ള ഇന്ത്യ പാക് ബോർഡർ. പിന്നെ ഇവിടെ ഒരു വേലി കെട്ടിയിട്ടുണ്ട്, അതിൻ്റെ അപ്പുറം നമുക്ക് പ്രവേശനം ഇല്ല കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ എന്താണെന്നറിയില്ല, നമ്മുടെ ഉള്ളില് എന്തെന്നില്ലാത്തൊരു ഭയം, ഒരു നെഞ്ചിലൊരു ആളല് നമ്മൾ പറയില്ലേ, അങ്ങനെ അനുഭവപ്പെട്ടു കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. അവിടെ കണ്ടു തീർന്ന് നമ്മൾ നേരെ വന്നത് ഫുഡ് കഴിക്കാനാണ്. ഇത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള റെസ്റ്റോറന്റ് ആണ്. പിന്നെ നമ്മൾ പോയത് നമ്മുടെ ഫേവറേറ്റ് പ്ലേസ്, പീസ്ഫുൾ പ്ലേസ്. പക്ഷേ സീസൺ ടൈം ആകുമ്പോൾ അത്ര പീസ്ഫുൾ ഇല്ല കേട്ടോ. ഫുൾ റഷ് ആയിരിക്കും, വിസിറ്റേഴ്സ് ലൈക്ക് ടൂറിസ്റ്റ് ഒക്കെ ആയിരിക്കും. സോ നമുക്ക് അത്ര പീസ്ഫുൾ ആയിരിക്കില്ല. സമ്മർ ടൈമിലൊക്കെ നമ്മൾ ഈ സ്ഥലത്ത് പോയാലുണ്ടല്ലോ ഭയങ്കര ശാന്തമായി, നമ്മുടെ മനസ്സിലൊക്കെ എന്തെങ്കിലും ഭാരമൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ അവിടെ പോയിരുന്ന ഭയങ്കരമായിട്ടൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. ഞാൻ അതിൻ്റെ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ചരിത്രം ഞാൻ പറയണ്ടേ നല്ല ഡൗട്ടിലാണ്. കാരണം ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അത് കാണാത്തവർക്ക് ഞാൻ ഷോർട്ടായിട്ട് ഇത് പറയാം കേട്ടോ. 14ാം നൂറ്റാണ്ടിലെ ജയ്സാൽമീറിന്റെ ഭരണാധികാരിയായ ബഹർവാൾ ഗഡി സിംഗ് ആണ് ഈ തടാകം നിർമ്മിച്ചത്. ആ കാലഘട്ടത്തിലൊക്കെ ജയ്സാൽമീറിൽ വെള്ളം കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഈ തടാകം ഒരു സൗന്ദര്യം മാത്രമല്ല, ജീവിതമായിരുന്നു.
ഓരോ തുള്ളി വെള്ളവും ആളുകളുടെ ജീവിതം നിലനിർത്തി. ഇന്നും പുതിയ വെള്ള വിതരണ സംവിധാനങ്ങൾ വന്നിട്ടും ഗഡിസർ തടാകം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നു മാത്രം: പ്രതിസന്ധികളിൽ പോലും ബുദ്ധിയും സംരക്ഷണവും ഉണ്ടെങ്കിൽ ജീവിതം നിലനിൽക്കും. ദൂരത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു സുന്ദരമായ തടാകം മാത്രം, പക്ഷെ അതിന്റെ കഥ ജീവൻ രക്ഷിച്ച ഒരു ചരിത്രമാണ്. ഇതാണ് അപ്പൊ ഗഡിസർ ലേക്കിന്റെ കഥ കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിന്റെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അത് പോയി കാണാട്ടോ. അല്ലെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം. രാജസ്ഥാനിലേക്ക് അച്ഛനമ്മ വരുമ്പോൾ ഞാൻ അന്നേ തീരുമാനിച്ചതാണ് ഇവരെ ഈ കോസ്റ്റ്യൂമിൽ വെച്ചിട്ട് ഫോട്ടോ എടുപ്പിക്കണം എന്ന്. അങ്ങനെ ഇവരും പിന്നെ കുഞ്ഞാപ്പിയും കൂടിയാണ് ഫോട്ടോ എടുത്തത്. കുഞ്ഞാപ്പി പക്ഷെ ഭയങ്കര കരച്ചിലായിരുന്നു, അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അവള് ഭയങ്കര സീനാക്കി. എനിക്ക് തോന്നുന്നു അവിടെ ചെന്നപ്പോൾ വലിയ രാജാക്കന്മാരുടെ ആത്മാവ് കയറിയാണാവും. അച്ഛൻ അവിടെ കിടന്നിട്ട് ഫുൾ വൈബായിരുന്നു. അതിന്റെ വീഡിയോസ് ഞാൻ ഇത് വെക്കാട്ടോ. അവിടെ പിന്നെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ അതിന് കയറണ്ടെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് കുഞ്ഞാപ്പി കയ്യിലുള്ള കാരണം ഒട്ടും പറഞ്ഞു കയറണ്ടാന്ന്. പിന്നെ അവിടുന്ന് കുറച്ച് പർച്ചേസിങ്ങളൊക്കെ നടത്തി. അമ്മ കമ്മല് മാല ഒക്കെ മേടിച്ചു. പിന്നെ നമ്മൾ ലൈറ്റ് ഷോ കണ്ടു കേട്ടോ. ഇവിടെ ഞങ്ങളും ആദ്യമായിട്ടാണ് ലൈറ്റ് ഷോ കാണുന്നത്. ഇവിടെ 2 വർഷമായിട്ടുണ്ടെങ്കിലും ഞങ്ങളും ആദ്യമായിട്ടാണ് ലൈറ്റ് ഷോ കാണാൻ പോയത്. ഇവിടെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെന്താ കുറെ ഫോട്ടോസ് അച്ഛനും വേണ്ടി എടുത്തു കൊടുത്തു. അവർക്കും പ്രത്യേകിച്ച് അമ്മയ്ക്ക് പോയതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമായത്, അതായത് ജോധ്പൂർ പോയിട്ടും ജയ്സൽമീർ കറങ്ങിയിട്ടും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗഡിസറാണ്. എനിക്കും രാജസ്ഥാനിൽ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഗഡിസറാട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് സിറ്റി പാലസ് ആണ് ഉദയ്പൂരുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് നിൽക്കുന്നത് എപ്പോഴും ഗഡിസറാണ്. അത് എന്താണെന്ന് മനസ്സിലാവില്ല. നമ്മുടെ ഒരു വിഷമ സങ്കടം ഉണ്ടെങ്കിൽ നമ്മൾ അപ്പൊ ഗഡിസറാണേ പോവാ. അവിടെ ചെന്ന് കുറച്ചു നേരം ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊന്ന് ശാന്താവും. അങ്ങനെ ഇവരുടെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് കൊടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സോ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.